കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിർണായക ഇടപെടൽ നടത്തുന്ന സ്ഥാപനം കിഫ്ബി UDFന് തലവേദനയാണ്, BJPക്ക് തലവേദനയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം രണ്ട് പാർട്ടികൾക്ക്, മുന്നണി എന്ന നിലയിൽ UDFനും പാർട്ടി എന്ന നിലയിൽ BJPക്കും ഇത്ര തലവേദന സൃഷ്ടിക്കുന്നത്? എന്തുകൊണ്ടാണ് സംഘപരിവാർ കിഫ്ബിയുടെ പിറകെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കിഫ്ബിക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്നത്? UDF എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒരക്ഷരം പോലും പറയുന്നില്ല. കിഫ്ബി ഇവർക്കെല്ലാം തലവേദനയാകുന്നു എന്നതിൻ്റെ ഉദാഹരണമാണത്. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ വലിയ ഒരു വഴിത്തിരിവാണ് കിഫ്ബി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോൺഗ്രസും BJPയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും അതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ EDയുടെ നോട്ടീസ് വന്നു. നോട്ടീസിനെതിരെ കിഫ്ബി CEO ഹൈക്കോടതിയെ സമീപിച്ചു. തുടർ നടപടികൾ സ്റ്റേ ചെയ്തു. കിഫ്ബിക്കെതിരെ മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ വന്നു, മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ വന്നു. അതോടൊപ്പം തന്നെ കിഫ്ബിയുടെ CEOക്കെതിരെയും നോട്ടീസ് വന്നു. ആ നോട്ടീസ് കൂടി സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത് 3 പേരും. കോടതി ആ നോട്ടീസും സ്റ്റേ ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ EDയുടെ ഇടപെടൽ സമ്പൂർണ്ണമായും സ്റ്റേ ചെയ്തിരിക്കുന്നു. വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം, എന്ന് വെച്ചാൽ കോടതി പരിശോധിച്ചതിന് ശേഷം മാത്രം മതി തീരുമാനം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നാം ആലോചിച്ച് നോക്കണം, ഇത്രയും വലിയ വികസനത്തിന് തുടക്കം കുറിച്ച ഒരു വാതിൽ തന്നെ, കേരള വികസനത്തിൻ്റെ പുതിയ വാതിൽ തന്നെ തുറന്നിട്ട കിഫ്ബി എന്ന സ്ഥാപനത്തിന് എതിരെ എത്ര കാലമായി കേരളത്തിലെ പ്രതിപക്ഷം UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തകർക്കാൻ? എത്ര കാലമായി കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തകർക്കാൻ? കിഫ്ബി എടുക്കുന്ന വായ്പകൾ, സംസ്ഥാനത്തിന് വായ്പയെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചില്ലേ? ഒരക്ഷരം മിണ്ടിയോ കേരളത്തിലെ UDF? കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ കാറ്, കേരളത്തിലെ UDF നേതാക്കളുടെ കാറ്, കോൺഗ്രസ് നേതാക്കളുടെ വാഹനങ്ങൾ ഓടി മറിയുകയാണ്. എന്നിട്ട് അതേ കിഫ്ബിയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് കേരളത്തിൽ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? കിഫ്ബിയെ ഉപയോഗിച്ച് ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ വൻ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് വലിയ തിരിച്ചടിയാകും കോൺഗ്രസിന്, UDFന്. അതുകൊണ്ട് അത്തരം പ്രചാരണം പോലും നടത്താൻ പാടില്ല. കിഫ്ബിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന നിലയിലൊക്കെയാണ് UDF ചർച്ച ചെയ്യുന്നത്, തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിരന്തരമായ ഇടപെടലിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത് UDF. കേരളം നശിച്ചാലും സാരമില്ല, കേരളത്തിൽ ഒരു വികസന പ്രവർത്തനം നടന്നില്ലെങ്കിലും സാരമില്ല, ഞങ്ങളുടെ രാഷ്ട്രീയം വിജയിക്കണം. ഇതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. പക്ഷേ ഹൈക്കോടതി ഈ നടപടികളെല്ലാം സ്റ്റേ ചെയ്തിരിക്കുന്നു, സമ്പൂർണ്ണമായി സ്റ്റേ ചെയ്തിരിക്കുന്നു. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി ഏറ്റെടുത്ത സ്ഥലം അത് റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ദുരൂഹമാണ് EDയുടെ ഈ നടപടി. കാരണം എവിടെയാണ് റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടക്കുന്നത്? ജനങ്ങളിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കുന്നു, അവർക്ക് ന്യായമായ പണം നൽകുന്നു. സംതൃപ്തരാണ് ഭൂമി വിട്ടു നൽകുന്ന ജനങ്ങൾ, അവർക്ക് യാതൊരു പരാതിയുമില്ല. അതിലെവിടെയാണ് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ ആരും ഇതുവരെ ചർച്ച ചെയ്യാത്ത വിഷയമാണ് ED പൊക്കിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി എല്ലാ നടപടികളും സ്റ്റേ ചെയ്തിരിക്കുന്നത്. സംശയം വേണ്ട, ഇടതുപക്ഷത്തിന്, മുഖ്യമന്ത്രി പിണറായി വിജയന്, ഈ സർക്കാരിനെ അഭിമാനിക്കാം ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ.